നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDF വികസന മുന്നേറ്റ ജാഥകൾക്ക് കാസർഗോഡ് തുടക്കമായിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതിലേക്ക് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ അവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ, സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതാണല്ലോ. നമ്മളതിനൊന്നും എതിരല്ല. തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും എല്ലാം അതിവേഗ റെയിൽ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണത്. പക്ഷേ എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? ആ അയോഗ്യതയെപ്പറ്റി നമ്മൾ തന്നെ സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ സംസ്ഥാനങ്ങളിലേതുപോലുള്ള ഒരു വികാരമല്ല പുതിയ പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില കക്ഷികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു, കഴിഞ്ഞ 10 വർഷമായി LDF അധികാരത്തിലിരിക്കുകയാണ്. അത് ഞങ്ങൾ അധികാരത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി ഇരുന്നതല്ലാരും. ജനങ്ങൾ തീരുമാനിച്ചു LDF ആണ് അധികാരത്തിലിരിക്കേണ്ടത്. ആദ്യത്തെ 5 വർഷം 2016 മുതൽ 2021 വരെ സാധാരണ കേരളത്തിൽ നടക്കുന്നത് പോലെ നിലവിലുള്ള ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ മാറ്റി LDFനെ അധികാരത്തിലേറ്റിയതാണ് എന്നാണ് ചിലരെല്ലാം കരുതിയത്. പക്ഷേ അത്തരമൊരു മാറ്റം മാത്രമായിരുന്നില്ല അത്. കാരണം നമ്മുടെ നാട് വല്ലാതെ തകർന്നുപോയ ഒരു കാലമായിരുന്നു 2016. ആ തകർച്ചയിൽ നിന്ന് ഇനി കരകയറാനാകുമോ എന്ന ശങ്ക പോലും പലർക്കും ഉണ്ടായി. അവിടുന്നാണ് LDF അധികാരത്തിലിരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്. LDF അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടികൾ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ളതായി. അടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ നല്ല പ്രത്യാശയുള്ളവരായി മാറി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തി. അതിൻ്റെ തുടർച്ചയായാണ് 5 വർഷം പൂർത്തിയായപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും UDF നടത്തിയിട്ടും ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ കുൽസിത
നീക്കങ്ങളും നെറികെട്ട വഴികളുമെല്ലാം സ്വീകരിച്ചിട്ടും ജനങ്ങളുടെ നിലപാടിലോ മനോഭാവത്തിലോ മാറ്റമുണ്ടായില്ല. നിലവിലുള്ളതിൽ നിന്നും LDF-ന്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് 99 സീറ്റുകളോടെ LDF-നെ അധികാരത്തിലേറ്റുന്ന സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. പക്ഷേ 2021 മുതൽ, അതിനു മുൻപുള്ളതും എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, ഈ കേരളത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനമാണ് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചു വന്നത്. അതില് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കഠിനമായ